പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ഇച്ചായ വീട് എനിക്ക് വേദനിക്കുന്നു. ഡേവിഡിന്റെ കയ്യിൽ കിടന്ന് തുള്ളിക്കൊണ്ട് മിത്ര പറഞ്ഞു. ഞാൻ എന്ത് പറഞ്ഞിട്ടാ ഇവിടുന്ന് രാവിലെ പോയത്? ഡേവി മിത്രയെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു. അത് പിന്നെ പഠിക്കാൻ. എന്നിട്ട് നിങ്ങൾ ഇവിടെ എന്താ ചെയ്തോണ്ട് നിന്നത്? ഡേവി മിത്രയുടെ ചെവിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞതും മിത്ര ഡേവിയുടെ കയ്യിൽ കിടന്ന് തുള്ളി. അത് റീൽസ് എടുക്കായിരുന്നു. അതാണോ ഞാൻ പറഞ്ഞത്? അല്ല, സോറി, ഇനി ചെയ്യില്ല, പീടി പിടിച്ചായ. മിത്ര വേദന കൊണ്ട് ഡേവിയുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് പറഞ്ഞു. പാടത്തം കഴിഞ്ഞിട്ട് മതി റീൽസ് എടുക്കുന്നതൊക്കെ, മനസ്സിലായ നിനക്ക്? ഡേവിഡ് ചെവിയിലെ പിടിയടിച്ച് പറഞ്ഞത് കേട്ട് മിത്ര ചെവി ഒഴിഞ്ഞ് ചുണ്ടു കൂർപ്പിച്ച് അവനെ നോക്കി. ഇവിടെ ഇരുന്ന് താളം ചവിട്ടാതെ പോയിരുന്ന് പഠിക്കാൻ നോക്കടി. ഡേവി ശബ്ദമുയർത്തി പറഞ്ഞ മിത്ര ഡേവിയെ കൂർപ്പിച്ച് നോക്കി ചവിട്ടത്തുള്ളിലേക്ക് പോയി. ചെവി ഒഴിഞ്ഞ് പെറുപിടുത്ത് ചവിട്ടത്തുള്ളിൽ തിരിയുന്നവളെ കണ്ട് ഡേവിയെ പേടിച്ച് ബുക്ക് തുറന്നിരിക്കുന്ന ഡാനിയും കുഞ്ഞുണ്ടും മടക്കി ചിരിച്ചതും മിത്ര അവിടെ കണ്ണിട്ട് നോക്കി ബുക്കും തുറന്ന് പിടിച്ചിരുന്നു. കുറച്ചുനേരം മിത്ര പഠിക്കുന്നുവെന്ന് വ്യാജേന ബുക്കിൽ കുത്തിവരച്ചും അക്ഷരങ്ങൾക്ക് കളർ കൊടുത്തുമിരുന്നു. പിന്നെ മടുപ്പോടെ ഡാനിയെയും കുഞ്ഞുണ്ടിനെയും നോക്കിയതും ഇരുവരും കാര്യമായി പഠിത്തത്തിലാണെന്ന് കണ്ടതും മിത്ര പിന്നെ അവരെ ശല്യം ചെയ്യാതെ ബുക്കും അടച്ച് അവിടുന്ന് എണീറ്റ് മുകളിലേക്ക് പോയി. മിത്ര റൂമിലെത്തുമ്പോൾ കാണുന്നത് ബെഡിൽ ചെരിഞ്ഞു കിടന്ന് ഫോണിൽ നോക്കി കിടക്കുന്ന ഡെബിയാണ്. മിത്ര പതിയെ ശബ്ദമുണ്ടാക്കാതെ ഡോറ് ചേർത്തടച്ച് പതിയെ പമ്മി വന്ന് ഡെബിക്കരികിൽ കിടന്ന് പിന്നിലൂടെ അവനെ ചുറ്റിപ്പിടിച്ചു. ഇച്ചായ? മിത്ര ഡെബിയുടെ തോളിൽ താടി കുത്തി നിന്നുകൊണ്ട് വിളിച്ചു. ഇത്ര പെടുന്ന് കഴിഞ്ഞു നിന്റെ പഠിത്തം? ഡെബി ഫോണിൽ നിന്ന് കണ്ണു മാറ്റി മിത്രയെ നോക്കിക്കൊണ്ട് ചോദിച്ചതും അവളവനെ നോക്കി പല്ലടിച്ച് കാണിച്ചു. നീ എന്നോട് പിണങ്ങിയിരിക്കണമെന്നാണ് ഞാൻ കരുതിയത്. ഡേവി തിരിഞ്ഞു കിടന്ന് അവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞതും മിത്ര മുഖമുയർത്തി അവനെ നോക്കി. എന്തിന്? എൻ്റെ ചായനല്ലേ? മിത്ര ഡെവിയുടെ കവിളിൽ കടിച്ചുകൊണ്ട് പറഞ്ഞതും ഡെവി എരിവ് വലിച്ച് അവളെ നോക്കി. അങ്ങ് മാറിക്കിടന്നേ കൊച്ചേ. ഡെവി അവളെ അടത്തി മാറ്റാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇല്ല, ഞാൻ ഇച്ചാനെ കെട്ടിപ്പിടിച്ച് കിടക്കും. ഇച്ചാൻ പോയി പാണി നോക്ക്. മിത്ര ഡെവിയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കവളിൽ മാറി മാറി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? എന്നാലേ എൻ്റെ കൊച്ചു തന്നെയാ വേർക്കുക. ഡേവി മിത്രയും കൊണ്ടൊന്ന് മറിഞ്ഞ് അവളെ തനിക്ക് കീഴെയാക്കി ഇരുവശത്തും കൈകൂത്തിയെന്ന് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, ഞാനങ്ങ് സഹായിച്ചു. മിത്ര അവനെ നോക്കി പുജത്തിൽ ചെരി കൂട്ടിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെയാണോ? ഡേവി മീശത്തുമ്പ് കടിച്ചു പിടിച്ച് പറഞ്ഞതും മിത്ര അവനെ നോക്കി വീണ്ടും പുച്ഛം വാരി വിതറിയതും ഡെവി പതിയെ മിത്രയുടെ അതിരങ്ങളെ കടിച്ചത് നുണയാൻ തുടങ്ങിയതും മിത്ര നീങ്ങിക്കൊണ്ട് ഡെവിയെ അവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റി അള്ളിപ്പിടിച്ചു. അതിരങ്ങൾ തമ്മിൽ മധുനുകരുന്നതിൻ്റെ കൂടെ ഡെവിയുടെ കൈകൾ അവളിൽ കുസൃതി കാണിച്ചൊഴുകി നിറക്കാൻ തുടങ്ങിയതും മിത്രയിൽ നിന്നും മുതിർന്ന ശബ്ദങ്ങൾ ഡെവിയിൽ ആവേശം കൂട്ടി. പതിയെ ഇരുവരും രതിയുടെ ലോകത്തെത്തിയതും ആ റൂമിനുള്ളിൽ വീണ്ടും അവരുടെ പ്രണയ നിമിഷത്തിന്റെ അലീലികൾ നിറഞ്ഞു. വൈകിട്ട് ഡെവിയെയും കൊണ്ട് ക്ഷേത്രത്തിലേക്ക് ദീപാരാധന തൊഴാൻ വന്നതാണ് മിത്ര. ഞാനിവിടെ ഇരിക്കാം, നീ പോയി തൊഴുതുവാ. ഡെവി ആൽത്തറയിലിരുന്നു കൊണ്ട് പറഞ്ഞതും മിത്ര ശരിയെന്ന രീതിയിൽ തലയാട്ടി ചെരിപ്പഴിച്ചു വെച്ച് ക്ഷേത്രത്തിലേക്ക് നടന്നു. സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ. മിത്ര പ്രാർത്ഥിച്ച് പ്രസാദവും വാങ്ങി തന്നെ കാത്തിരിക്കുന്ന ഡെവിയുടെ അരികിലേക്ക് പോയി. എന്നതത്ര വൈകി? മുടിയിൽ ഇൽച്ചാന്തിലുള്ള പൂക്കൾ തിരികെ വെച്ച് തൻ്റെ അടുത്തേക്ക് വരുന്ന മിത്രയെ കണ്ടതും ഡെവി ഇരുന്നേരത്തും എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അതാ? മിത്ര ഇലച്ചിയിൽ നിന്ന് ചന്ദനം തൊട്ടെടുത്ത് ഡെവിയുടെ നെറ്റിയിൽ തൊട്ട് കൊടുത്ത് ബാക്കി അവളുടെ നെറ്റിയിലും കഴുത്തിലും ചാർത്തിക്കൊണ്ട് പറഞ്ഞതും തൻ്റെ നെറ്റിയിലറിഞ്ഞ് ചന്ദനത്തിൻ്റെയും ഒപ്പം മിത്രയുടെ വിരലിൻ്റെയും തണുപ്പിൽ ഡെവി കണ്ണ് ചിമ്മി അവളെ നോക്കി. എനിക്ക് എന്നാത്തിനാ ദേവ ചന്ദനം തൊട്ടത്? ഡേവിഡ് മായ്ക്കാൻ കൈകളുർത്തിക്കൊണ്ട് പറഞ്ഞു. അതവിടെ നിന്നോട്ടെ ചായ, ഈ ചന്ദനക്കുറി ഈ ചാന പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല. മിത്ര ഡെവിയുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞുകൊണ്ട് അതും പറഞ്ഞ് മുന്നോട്ട് നടന്നു. മിത്ര അടുത്തുള്ള തട്ടുകടയിൽ കയറി ഫുഡും കഴിച്ച് വീട്ടിലുള്ളവർക്ക് പാർസലും വാങ്ങി ഇറങ്ങുമ്പോഴാണ് മിത്രയെ ആരോ വിളിച്ചത്. സായി. തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ചെറുപ്പക്കാരനെ കണ്ട് മിത്രയുടെ അതിരങ്ങൾ മുറിഞ്ഞു. അവനെ കണ്ട അകാരണമായ ഭയം മിത്രയിൽ നിറഞ്ഞു. ഒപ്പം കൈകൾ ഡെവിയുടെ കയ്യിൽ മുറുകി. ഏത് സായി? മിത്ര പറഞ്ഞത് കേട്ട് ഡെവി അവളെ സംശയത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. അന്ന് പാർട്ടി വന്നപ്പോൾ പറഞ്ഞില്ലായിരുന്നു അവനാ എന്നെ മുറിച്ചെടുക്കാൻ? ഏത്? എന്നെ കളഞ്ഞിട്ട് വന്നാ നിന്നെ കെട്ടിക്കാന്ന് പറഞ്ഞാൽ UK-ക്കാരനാണത്? ഡെവി സംശയത്തിൽ ചോദിച്ചതും മിത്ര സായിയെ കണ്ട വെപ്പാളത്തിൽ അതേന്ന് തലയാട്ടിയതും ഡെവി തങ്ങളുടെ അടുത്തേക്ക് നടന്നവനവനെ അടിമുടി ഒന്ന് ഇരുത്തി നോക്കി. ഹായ് മിത്ര. സായി മിത്രയെ നോക്കി ചിരിയോടെ കൈ വീശി കാണിച്ച് അവരുടെ അടുത്തേക്ക് നടന്നു. സായേട്ടന് എന്ത് വന്നു? മിത്ര വരുത്തി തീർത്ത ചിരിയോടെ സായിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇന്നലെ രാവിലെ എത്തി. ഇതാണോ നിന്റെ ഹസ്ബൻഡ്?
മിത്രയോടായി പറഞ്ഞ് അവളുടെ അടുത്ത് നിൽക്കുന്ന രവിയെ അടിപൊളി നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെ. മിത്ര സായിയെ നോക്കിക്കൊണ്ട് പറഞ്ഞ് രവിയോട് ചേർന്ന് നിന്നു. ഹായ്, ഞാൻ സായി കൃഷ്ണ. ഇവളുടെ മുറച്ചിറക്കനായി വരും. എഞ്ചിനീയറാണ് UK-യിൽ. ഡേവിക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഡേവിഡ് ഐസക് മാത്യു. ഇവിടെ അടുത്തുള്ള ഗവൺമെൻറ് കോളേജിൽ വർക്ക് ചെയ്യാണ്. മിത്രയുടെ മുറിച്ചെറുക്കൻ എന്നുള്ള അഭിസംബോധന ഇഷ്ടമായില്ലെങ്കിലും ഡേവി അത് പുറത്ത് കാണിക്കാതെ സായിയുടെ കയ്യിൽ കൈ ചേർത്ത് തൻ്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു. ഐസക് മാത്യു അച്ഛനാണോ? സായി കളിയോടെ ചോദിച്ചതും ഡേവി ഒന്ന് അമർത്തി മൂളി അവൻ്റെ കയ്യിൽ നിന്നും തൻ്റെ കൈ പിൻവലിച്ചു. ഓഹോ, വീട്ടിലാരൊക്കെയുണ്ട്? അപ്പനും 2 അനിയന്മാരും. അല്ല, സായിയുടെ തിരിച്ചു പോകുന്നത്? ഇരുവരും സംസാരിക്കുന്നതിനിടയ്ക്ക് കയറി മിത്ര ചോദിച്ചു. അറിയില്ല, പാർട്ടി ഉടനെയൊന്നും വിടുന്ന ലക്ഷണമില്ല. സായി പറഞ്ഞതിൽ തന്നെ മിത്രയ്ക്ക് മനസ്സിലായിരുന്നു എല്ലാം പാർട്ടിയുടെ പണിയാണെന്ന്. ഒന്നും കാണാതെ പാർട്ടി സായിയെ വരത്തില്ലെന്ന് ഓർത്തപ്പോൾ മിത്രയുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത പേടി നിറഞ്ഞു. ഇപ്പം തന്നെ വൈകി, എന്നാൽ ഞങ്ങൾ പോട്ടെ. അത്രമാത്രം പറഞ്ഞ് സായിയുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ മിത്ര ഡേവിയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് വേഗത്തിൽ അവിടുത്തെ നടന്നു. എന്നതടി നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഡേവി പാർക്കിങ്ങിലേക്ക് നടക്കുന്നതിനിടയിൽ മിത്രയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. സായിയേട്ടനെ പാർട്ടി വിളിച്ചു വരുത്തിയതാണെങ്കിൽ ഇതിലെന്തോ ഉദ്ദേശം ഉണ്ടാകും. പുറമെ കാണും പോലെ അല്ല സായിയേട്ടൻ, വല്ലാത്തൊരു സ്വഭാവമാണ് പുള്ളിയുടേത്. മിത്ര തൻ്റെ ഉള്ളിൽ ആദ്യം ദേവിയോട് പറഞ്ഞു. നീ ചുമ്മാ ഓരോന്ന് ആലോചിച്ച് കൂടണ്ട, നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? ഡേവി മിത്രയെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചവളുടെ മൂക്കും തുമ്പിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഡേവിഡിൻ്റെ കൂടെ ബൈക്കിൽ നിന്ന് പോകുന്ന മിത്രയെ കണ്ടതും പതിയെ സായിയുടെ മുഖത്തെ ചിരിമാഞ്ഞു മുഖമിരുണ്ടു. അവർ പോകുന്നത് നോക്കി സായി ഫോണിൽ പാർട്ടിയെന്ന് സേവ് ചെയ്യുന്ന നമ്പറിലേക്ക് കോൾ ചെയ്ത് കാറിൻ്റെ അരികിലേക്ക് നടന്നു. ആഹാ, വന്നോ? ഇന്ന് പായസം കിട്ടിയില്ലേ? ഡേവിയും മിത്രയും വരുന്നത് കണ്ടതും വീടിന് മുന്നിൽ അരത്തെണ്ണയിൽ അവരെയും കാത്തിരുന്ന കുഞ്ഞുട്ടൻ മുറ്റത്തേക്ക് ചാടിയിറങ്ങി മിത്രയ്ക്ക് അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഇന്ന് നല്ല തിരക്കായിരുന്നു ക്ഷേത്രത്തിൽ, അതൊന്നും വാങ്ങിയില്ല. പകരം തട്ടുകടയിൽ നിന്ന് ചൂട് ദോശയും ചട്നിവടയും വാങ്ങിയിട്ടുണ്ട്. മിത്ര കയ്യിലുള്ള കവർ കുഞ്ഞുട്ടിൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. തൽക്കാലം ഞാനിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം, പക്ഷെ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഉറപ്പായും പായസം വാങ്ങിയേ വരാവൂ, മനസ്സിലായില്ലേ? കുഞ്ഞുട്ടൻ മിത്രയെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞതും മിത്ര ചിരിയോടെ ശരിയെന്ന തലയാട്ടി അവൻ്റെ കൂടെ അകത്തേക്ക് പോയി. ഡ്രൈവിങ്ങിനിടയിൽ പല പ്രാവശ്യം ധ്യാനിൻ്റെ കണ്ണുകൾ രാതുവിലെ പാറി വീണു. താനെന്നൊരു വ്യക്തി ഉണ്ടെന്ന് മനഃപൂർവ്വം ശ്രദ്ധിക്കാതെ എയർപേഡും വെച്ചിരിക്കുന്നവളെ നോക്കി ധ്യാൻ ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതേ, കുറച്ച് കഴിഞ്ഞത് രാധ ധ്യാനിനെ വിളിച്ചുവെങ്കിലും അവൻ കേൾക്കാത്ത പോലെ FM-ൽ കൂടി പാട്ടും കേട്ട് ആസ്വദിച്ചതും ഡ്രൈവ് ചെയ്തു. അതെ, നിങ്ങളെയാ? രാധ FM ഓഫ് ചെയ്തുകൊണ്ട് പറഞ്ഞു. എന്താ? ധ്യാൻ ഗൗരവം വരുത്തി ചോദിച്ചു. എനിക്ക് വിശക്കുന്നു, ഇനി കഴിച്ചിട്ട് പോകാം. രാധ ധ്യാനിനെ നോക്കി വയറ് തടവിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ സംസാരിക്കാൻ അറിയാം. രാധ പറഞ്ഞത് കേട്ട് ധ്യാൻ പെറുപെടുത്തു. എനിക്ക് വിശക്കുന്നു, വല്ലതും കഴിക്കാൻ വാങ്ങിത്താ. ധ്യാൻ കേട്ടില്ലെന്ന് കരുതി രാധവന്റെ കയ്യിലടിച്ച് ഇത്തിരി ഉറക്കെ പറഞ്ഞു. ഒച്ച വെക്കണ്ട, വാങ്ങിത്തരാം. ധ്യാൻ പറഞ്ഞത് കേട്ടതും രാധ ആശ്വാസത്തോടെ സീറ്റിലേക്ക് ചാരിയിരുന്നു. കുറച്ച് മുന്നോട്ട് പോയത് നല്ലൊരു ഹോട്ടലിൽ കണ്ടതും അവരവിടെ കയറി. നിനക്കെന്താ വേണ്ടത്? വെയിറ്റർ വന്നതും ധ്യാൻ മെനു കാർഡ് നോക്കിക്കൊണ്ട് ചോദിച്ചതും രാധവന്റെ കയ്യിൽ നിന്നും മെനു കാർഡ് വാങ്ങി മറിച്ച് നോക്കാൻ തുടങ്ങി. എനിക്കൊരു ചിക്കൻ ബിരിയാണി, പിന്നെ ഒരു അൽഫാം ബീഫ് ഫ്രൈ, കൂടെ ഫ്രഞ്ച് ഫ്രൈസ് ആൻഡ് ഫാലൂദ, പിന്നെ ഒരു ഷേക്ക്, കൂടെ ഒരു അനാർ ജ്യൂസ്. തൽക്കാലം ഇത്രയും മതി, ഇനി വേണമെങ്കിൽ പറയാം. രാധ പറയുന്നത് കേട്ട് ധ്യാൻ അവളെ പിടിച്ചു നോക്കി. ഓക്കെ മാഡം, സാറിനെന്താ വേണ്ടത്? എനിക്കൊരു പൊറാട്ടയും കറിയും മതി. അതേ, വേഗം കൊണ്ടുവരണേ, നല്ല വിശപ്പുണ്ട്, അതാ. ഓർഡർ എടുത്ത് പോകാമെന്ന വെയിറ്ററോട് പറഞ്ഞു. ഓക്കെ മാഡം. അതെ, ബിരിയാണിക്കാരൻ അൽഫവും കൂട്ടുക. വെയിറ്റർ പോയത് ധ്യാൻ രാധവിനെ സംശയത്തോടെ നോക്കി ചോദിച്ചു. ഞാൻ തിന്നു. വല്ലാത്ത ജാതി തന്നെ. രാധ പറഞ്ഞത് കേട്ട് ധ്യാൻ സ്വയം പെറുപെടുത്തു. ഇതൊക്കെ നീ കഴിക്കൂ. കുറച്ച് കഴിഞ്ഞതും ഫുഡ് വന്നതും എല്ലാം കൂടെ കണ്ട അന്താളിപ്പോടെ ധ്യാൻ രാധുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. കഴിക്കണമെങ്കിൽ പിന്നെ ഞാനിതൊക്കെ ഓർഡർ ചെയ്യൂ, സംസാരിച്ച് എൻ്റെ കോൺസെൻട്രേഷൻ കളയരുത്. ധ്യാനിനെ നോക്കി അത്രമാത്രം പറഞ്ഞ് ഫുഡ് കഴിക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ചിലപ്പോൾ തൻ്റെ കൂടെ അവൾ കഴിച്ചാലെന്ന് കരുതി അവൻ വേഗം തനിക്ക് കൊണ്ടുവച്ചത് കഴിക്കാൻ തുടങ്ങി. രാത്രി പതിവ് പോലെ മഴ പെയ്യാൻ തുടങ്ങിയതും അടുക്കളപ്പുറത്തെ പൊട്ടിയ ഓടിലൂടെ വെള്ളം ചോർന്നൊലിക്കാൻ തുടങ്ങിയതും ഡെവിയും ഡാനിയും കൂടി അത് മാറ്റിവെച്ച് പുതിയ ഓട് വെച്ച് ഇറങ്ങിയപ്പോഴേക്കും മഴ ശക്തി കൂടാൻ തുടങ്ങിയിരുന്നു. കൂടെ നല്ല മിന്നലും. മിന്നൽ കണ്ടപാടെ കുഞ്ഞൂട്ടൻ അപ്പച്ചൻ്റെ അടുത്ത് ബെഡിൽ നേരത്തെ സ്ഥാനം പിടിച്ചിരുന്നു. നനഞ്ഞ ഡ്രസ്സ് മാറ്റി അടുക്കള ഡോറടച്ച് കറണ്ട് പോയത് കൊണ്ട് ലേറ്റ് അടിച്ച് കൂടെ നിൽക്കുന്ന ഡാനിയെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. ഡെവി മുകളിലേക്ക് വരുമ്പോൾ കാണുന്നത് കിളിവാതിലിൽ താടിക്ക് കൈ കൊടുത്ത് എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്ന മിത്രയാണ്.
പഴയ മോഡലായതുകൊണ്ട് തന്നെ മുകളിലാകെ 2 മുറികളുള്ളൂ. പുറത്തേക്ക് ഡോറോ ബാൽക്കണിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ റൂമിലെ ജനൽവാതിലൊഴികെ പുറത്തേക്ക് കാണാൻ സ്റ്റെയർ കയറി വരുന്ന വശത്ത് റൂമിന് മുൻപിലായി ഒരു കിളിവാതിലുണ്ട്. അതാണ് മിത്രയുടെ ആ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം. ഏതോ ലോകത്തെന്ന പോലെ നിൽക്കുന്നവളുടെ ഡെവി നോക്കി. അമ്പലത്തിലേക്ക് പോയപ്പോൾ കൊടുത്ത സെറ്റും കൊണ്ടും സാരിയും നേരിതുമാണ് വേഷം. മഴയുടെ ചീറ്റിലേറ്റ് ആകെ നനഞ്ഞിട്ടുണ്ട്. എന്നാലും അതൊന്നും അറിയാതെ കാര്യമായ ചിന്തയിലാണ്. എന്നതാ ദേവയി ചിന്തിച്ചു കൂടുന്നത്? നീ ഇതുവരെ അതൊന്നും മനസ്സിന് വിട്ടില്ല കൊച്ചേ. ഡെവി മിത്രയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. എനിക്ക് പേടിയാവുന്ന ചായ. പാട്ടിക്ക് പണ്ട് എന്നെ സായി കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു. പക്ഷേ അന്ന് വ്യാസമായിട്ട് കല്യാണം ഉറപ്പിച്ചപ്പോൾ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി പോയതാ പാട്ടി. അന്നത് നടക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ തിരിച്ചു വന്നതും. അതും എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ. അതവരുടെ ഉദ്ദേശം. പെട്ടെന്നുള്ള ഡെവിയുടെ ശബ്ദത്തിൽ ഞെട്ടിയ മിത്ര പിന്നെ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. അവരെന്തൊക്കെ ചെയ്താലും നീ പോകൂ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ അതൊക്കെ ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കുന്നത്? ഡെവി ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് ചോദിച്ചു. ഞാൻ പോകത്തില്ല. എന്നാൽ എനിക്ക് പേടിയച്ചായ. എനിക്ക് എന്ത് പറ്റിയാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഡെവിയെ ചുറ്റിപ്പിടിച്ച് അവനെ നെഞ്ചിലേക്ക് മുഖം പൊഴുതി തേങ്ങിക്കൊണ്ട് മിത്ര പറഞ്ഞു. അയ്യേ, എന്നതാ ദേവ ഇത്? ഈ ചെറിയ കാര്യത്തിനൊക്കെ കരയാൻ നിന്നാലേ മോശം കേട്ടോ. മിത്രയുടെ മുഖം ഉയർത്തി വിരൽ കൊണ്ട് കണ്ണ് തുടച്ചുകൊണ്ട് കളിയായി പറഞ്ഞു. ഞാൻ കാര്യം പറഞ്ഞപ്പോൾ ഇച്ചാനെ കളിയാക്കുന്നു. ഇച്ചാനോട് സീരിയസ് ആയിട്ട് ഒന്നും പറയാൻ പറ്റില്ല. മിത്ര ദേഷ്യത്തിൽ അവൻ്റെ നെഞ്ചിൽ നനഞ്ഞു കിടക്കുന്ന രോമത്തിൽ പിടിച്ച് വലിച്ച് കയറി വെച്ചുകൊണ്ട് പറഞ്ഞു. ഡെവി നെഞ്ചൊഴിഞ്ഞുകൊണ്ട് മിത്രയെ നോക്കി. എൻ്റെ ദേവ, നീ വെറുതെ പേടിക്കണ്ട. നിനക്ക് ഞങ്ങളില്ലേ. ഇനി നിനക്ക് പോകണമെന്നായാലും ഇവിടുന്ന് ആരും നിന്നെ പോകാൻ അനുവദിക്കൂല്ല. അതുകൊണ്ട് വേണ്ടാത്ത ചിന്തിച്ചു കൂടാതെ വന്ന് കിടന്നുറങ്ങാൻ നോക്ക്. നാളെ ക്ലാസ് ഉള്ളതാ. പതിയെ മിത്രയുടെ കവളിൽ നുള്ളിക്കൊണ്ട് ഡെവി പറഞ്ഞു. എനിക്ക് പോകണമെന്നില്ല. ഞാൻ വെറുതെ പറയണ്ട. മിത്ര കെറിവോടെ പറഞ്ഞതും ഡെവി ചിരിയോടെ അവളുടെ വീർപ്പിച്ച കവളിൽ തട്ടി. പെട്ടെന്ന് വലിയ ശബ്ദത്തിൽ ഇടിവെട്ടിയതും മിത്ര പേടിയോടെ ഡെവിയെ അള്ളിപ്പിടിച്ച് അവനോട് ചേർന്ന് നിന്നു. ദേഹത്തോട് ദേഹം ഇടകി ചേർന്നും ഇരുവരുടെയും ഉള്ളിലൂടെയും വേഗത്തിലൊരു മിന്നൽ പാഞ്ഞു പോയതും മിത്ര മുഖമൊയ്ത് ഡെവിയെ നോക്കിയതും തന്നെ നോക്കി നിൽക്കുന്ന ഡെവിയുടെ കണ്ണിലെ കാന്തികതയിൽ അലിഞ്ഞു അവൾ നിന്നു.